എന്നടാ പന്നി വെച്ചിരിക്കേ? എന്ത് പടമാണിത്? എന്താ ചെയ്തു വെച്ചിട്ടുള്ളത്? ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. 3 മണിക്കൂർ ഒച്ചപ്പാട് ബഹളം മാത്രമേ പടത്തിലുള്ളൂ, വേറെ ഒന്നുമില്ല കേസ്. രാംചരൺ നായകനായെത്തി. സംവിധായകൻ്റെ പേരെന്തായിരുന്നു? ബുജ്ജി ബാഹുസന. സംവിധാനവും റൈറ്റിങ്ങും നിർവഹിച്ച ബെദ്ദി പടം. ഒരുപാട് പ്രതീക്ഷയോടെ പോയത്. കാരണം രാംചരൺ എന്ന നടനോടുള്ള ഇഷ്ടവും പിന്നെ ഒരു സ്പോർട്സ് പശ്ചാത്തലമൊക്കെയുള്ള പടവും പിന്നെ AR റഹ്മാൻ മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ നല്ല അടിപൊളി പടമായിരിക്കും, എന്തായാലും തിയേറ്ററിൽ നല്ല ഓളം ഉണ്ടാക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോയത്. പക്ഷേ ശരിക്കും മടുപ്പിച്ചു. 3 മണിക്കൂർ പടം 3 മണിക്കൂർ വെറുപ്പിച്ചു പടം. ഒന്നും പോസിറ്റീവായി പറയാനില്ല. പോസിറ്റീവായി പറയാൻ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് രാംചരൻ്റെ ഒരു ബോഡിയും ആക്ഷനും ആക്ടിങ്ങും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് പടത്തിനൊരു ഗുണവുമില്ല. കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ബഹളം തന്നെ പടം. ഒരു 3 മണിക്കൂർ ബഹളം. പടത്തിൻ്റെ നരേഷൻ എന്ന് പറയുന്ന തുടക്കം തന്നെ ഇന്ത്യയുടെ സ്പോർട്സിലെ സ്ഥാനം ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിങ്ങിലാണ് പടം തുടങ്ങുന്നത്. അവിടുന്ന് ബോമൻ ഇറാനിയുടെ ക്യാരക്ടർ ഒരാളെ കണ്ടുമുട്ടുന്നു. അയാളോട് കഥ പറയാണ്, ബെദ്ദി എന്നുള്ള ആളെ കഥ. മോട്ടിവേഷൻ്റെ അങ്ങേ അപ്പുറമാണ്, പക്ഷേ അതൊന്നും നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. ശരിക്കും സ്പോർട്സ് പടം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ദങ്കൽ, അതേപോലെ MS ധോണി, അങ്ങനെ സ്പോർട്സ് പടങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, ഇങ്ങനെയൊക്കെ ആവുമെങ്കിൽ അല്ല ഇങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്താൽ, അങ്ങനെ ഒരു കുന്തോ ഈ പടത്ത് നമുക്ക് കിട്ടില്ല. ശരിക്കും ഒരു 3 മണിക്കൂർ വെറുപ്പിച്ചു. ഫുള്ള് ബഹളവും ഒച്ചപ്പാട് ബഹളവും മാത്രമേ ഉള്ളൂ, വേറെ പടത്തിലൊന്നും ഇല്ല. പിന്നെ നായികനെ പിന്നെ പറയണ്ട, വെറുപ്പീരിൻ്റെ അങ്ങേയറ്റം. ജാൻവി കപൂർ ശരിക്കും തുണി അലർജിയുള്ള ഒരു നായിക. അതാണ് വരുന്ന ഓരോ സീനും ശരിക്കും വെറുപ്പിക്കുന്ന ഒരു കാട്ടവരാതെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരുമാതിരി ലവ് സ്റ്റോറി. മൊത്തത്തിൽ പടം കൊള്ളില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ രാംചരൺ എന്ന നായകനെ ഒരു നല്ല ഡയറക്ടറെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി മൂവി എടുക്കാം. നമ്മൾ കണ്ടിട്ടുണ്ട് രാജമൗലിയൊക്കെ ആളെ വെച്ചെടുത്ത പടം, അതൊക്കെ എമ്മാതിരി പടം, അടിപൊളി പടമല്ലേ. ശരിക്കും ഡയറക്ഷനും കൊള്ളില്ല, റൈറ്റിങ്ങും കൊള്ളില്ല. സിനിമ മൊത്തത്തിൽ എനിക്കിഷ്ടപ്പെട്ടില്ല. തിയേറ്ററിൽ ശരിക്കും തലവേദനയായി. കാരണം ബഹളം, AR റഹ്മാൻ്റെ മ്യൂസിക്കൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പടം കാണുമ്പോൾ നമുക്ക് AR റഹ്മാനാണോ ഈ മ്യൂസിക് ചെയ്തത് എന്നൊന്നും ഒരു ഫീല് വരാത്ത രീതിയിലുള്ള സംഭവങ്ങളെ. അതിനുള്ള ഒന്നുമില്ല പടത്തിൽ. അതുകൊണ്ട് മെയിൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്ക്. ആദ്യം ക്രിക്കറ്റ് തുടങ്ങി, പിന്നെ അവിടുന്ന് നേരെ ഗുസ്തിയിലേക്ക് പോകുന്നു, അവിടുന്ന് പിന്നെ പാരാ ഒളിമ്പിക്സിലേക്ക് പോകുന്നു, കാല് മുറിഞ്ഞു പോകുന്നു, എന്തൊക്കെയോ ആണ്. ഞാൻ ആദ്യം സ്പോയിലർ ആക്കുന്നില്ല. പടം മൊത്തത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഒരു തരത്തിലുള്ള ഇമോഷണൽ ഫീലിങ്ങോ മോട്ടിവേഷനോ ഒന്നും തന്നെ തരാത്ത ഒരു പടം. ആകെ പറയാൻ പറ്റുന്നത് രാംചരൺ എന്ന നടൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഹാർഡ് വർക്ക്, ആ ബോഡിക്ക് അങ്ങനെ ആക്കിയെടുക്കാൻ ആളെടുത്ത ഈ ഹാർഡ് വർക്ക്, അത് പടത്തിൽ നല്ല ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ആക്ഷനും. രാംചരനെ മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പടം. രാംചരൻ്റെ കഷ്ടപ്പാടൊന്നും ഈ പടത്തിൽ കിട്ടണമെങ്കിൽ പടത്തിൽ എന്തെങ്കിലും വേണ്ടേ, അതിന് മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് പടത്തിൻ്റെ മെയിൻ പോരായ്മ. പിന്നെ ഭയങ്കര ലെങ്ത്താണ്, 3 മണിക്കൂർ. അത് ഭയങ്കര ബോറിംഗ് ആണ് പടത്തിന്. അപ്പോൾ ഇതൊക്കെയാണ് പടത്തിനെ പറ്റി പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പടം വർക്കായില്ല. നിങ്ങൾക്ക് പോയി കാണാം, നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. തിയേറ്ററിൽ നമുക്ക് ഓളം ഉണ്ടാക്കി കാണാം. തലവേദന എടുക്കുന്ന മ്യൂസിക്കും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെയാണ് ഇതിനകത്തുള്ളൂ. ചില ഭാഗങ്ങളൊക്കെ സക്സസ് ആയിട്ടുണ്ട്. ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ചില സ്ഥലത്തെല്ലാം വെറും എന്തോ ഒരു തലവേദന എടുപ്പിക്കുന്ന പോലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെയാണ് ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ പടം എനിക്കിഷ്ടപ്പെട്ടില്ല. രാംചരൻ്റെ നല്ല പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നല്ല ഡയറക്ടറെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ രാജമൗലിയെ പോലെ ആൾക്കാരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആൾ നല്ല ആക്ടിങ് ആണ്. ഇതിൽ നല്ല ആക്ടിങ്ങും പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോഡിയൊക്കെ ഡെവലപ്പ് ആക്കി കൊണ്ടുവരാൻ നല്ല വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പടത്തിൽ. പക്ഷേ പടത്തിലൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഒന്നും വയ്യ കാണാൻ. ഒരു എഫക്റ്റോ ഒരു മോട്ടിവേഷനോ ഒരു ഇമോഷനലോ ഒന്നും തരാൻ പടത്തിന് പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പടം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്.